ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ ഫാമിലി ടൈൽസിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ മൂന്നാർ സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ്. മാങ്കുളം കുവൈറ്റ് സിറ്റി വഴി ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചിയാപ്പാറ വാട്ടർഫാൾസ് കണ്ടപ്പോൾ അതിൽ വാട്ടർഫാൾസ് പോയിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് നല്ല മഴ ലഭിക്കേണ്ടായിട്ടോ. മഴ നന്നായി പെയ്തു. അപ്പോൾ ആ ഒരു മഴയുടെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. നമുക്ക് അതൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയത്തുള്ള മഴ കഴിഞ്ഞ ഉടനെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മാങ്കുളം കുവൈറ്റ് സിറ്റി എന്ന ഒരു റൂട്ടിലാണ് പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കരുവാരകുണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ മൂന്നാറിലേക്ക് പോകുന്ന ഒരു റൂട്ടിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ചെറിയ ഡീവിയേഷനൊക്കെ എടുത്തിട്ട് ഈ ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആനക്കുളം കാണണം. ഈ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വിശദമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് യാത്രകളുടെയും മറ്റും വീഡിയോസ് ചെയ്തത് നമ്മുടെ അപ്ലോഡ് ചെയ്തതുണ്ട്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മളെ യാത്ര നമ്മളെവിടെയാണ് പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ മുനീറിക്കയും ഷാഫിക്കയും അവരുടെ വൈഫുകളും ഒക്കെ കൂടി ഒരു പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഏലക്കാടിന് ഇടയിലൂടെ ഏലം കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള ഏലക്കാടിന് ഇടയിലൂടെ നമ്മൾ ആനക്കുളം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനക്കുളം എന്ന് പറയുമ്പോൾ ഒരു കഥ ഉണ്ട് അതിന്. ആനക്കുളം ഈ ആനകൾ, അതായത് നമ്മുടെ വൈൽഡ് ആനിമൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈൽഡ് എലിഫൻറ്റ് വന്ന് വെള്ളം കുടിക്കുന്ന ആ ഒരു ഏരിയയുടെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് അവരെ കാണാൻ കഴിയുക, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം. വളരെ അടുത്തായിട്ട് നമുക്ക് കാട്ടാനയെ കാണാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളം കുടിക്കാൻ വരുന്ന ആനകൾ എന്തുകൊണ്ട് മനുഷ്യരെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ള പഠനവും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്നാണ് ഞാൻ മറ്റൊരു വീഡിയോ ഒന്ന് മനസ്സിലാക്കിയതാണ് കേട്ടോ. ഞാനിങ്ങനെ വായിച്ചതിൽ നിന്നും കണ്ടതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അതിനാണ് നമുക്ക് കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തോ ഒരു ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യം എന്തോ ഉണ്ടെങ്കിൽ ഒരു ഉറവ പോലെ എന്തോ ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ ആ ഒരു ഉറവ അത് വെള്ളത്തിൻ്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ആനക്കുളത്തിൻ്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വന്ന് വെള്ളം കുടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ആനകൾ അവിടെ വരുന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലായതെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് എത്രത്തോളം ആധികാരികത ഉണ്ടെന്നോ അതിനെക്കുറിച്ചോ കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളടുത്ത് പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് അത്രയും അടുത്ത് ആനകളെ കാണാൻ പറ്റുന്ന ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളെ ഈ KSRTCയുടെ ഉല്ലാസയാത്ര നമ്മൾ ആദ്യമായിട്ട് ഈ മൂന്നാർ യാത്രയിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ അത് ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് ആനകളെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണാം. നമ്മളെ പല പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ ഒരുപാട് ആനകൾ കൂട്ടത്തോടെ വന്നിട്ട് പിന്നെ വെള്ളം കുടിച്ചു പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്ന പല ആളുകളുടെയും പല യൂട്യൂബേഴ്സിൻ്റെയും മുൻ വീഡിയോസിലൊക്കെ കാണാം. നിങ്ങൾക്കും കാണാം, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യം നമുക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന ഒരു ഉച്ച സമയത്താണ്. നമ്മൾ ലഞ്ചിൻ്റെ ഒരു സമയം, ലഞ്ച് കഴിച്ചതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മഴയും പെയ്തതുകൊണ്ട് ആനകൾക്ക് വേണ്ട വെള്ളം മിക്കവാറും അവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കുടിക്കാൻ വരുമോ ഇല്ലേ എന്നറിയില്ല. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആനകളെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും ആ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലെ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളും കാനന കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏലക്കാടുകളുണ്ട്, അതേപോലെ അതിനിടയിൽ കൂടി ഒഴുകുന്ന നദികളും തോടുകളും അതേപോലെ തന്നെ മറ്റ് ചെടികളും അങ്ങനെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ഏകദേശം അങ്ങോട്ട് എത്താനായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എത്താനാകുമ്പോൾ ചുരം പാതയാണ്, വളരെ നേർത്ത പാതയാണ്, വളരെ ഇടുങ്ങിയ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളെ ഡ്രൈവറുടെ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമ്മളെ ഫിറോസ്കയാണ് നമ്മളെ സാരഥി. ഫിറോസ്കയുടെ ഒരു ഡ്രൈവിംഗ് സ്കില്ല് നമ്മൾ നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ ഒരു ചുരം ഇറങ്ങുന്ന ആ ഒരു എൻഡ് പോയിന്റിൽ, മറ്റേ ഹെയർപിൻ ബെൻഡിൻ്റെ എൻഡ് പോയിന്റിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പിന്നെ തിരിച്ചു വരുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം. കാരണം അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർക്ക് മാത്രമേ നമുക്ക് അങ്ങനത്തെ ചുരം പാതയിലൂടെയൊക്കെ നമുക്ക് അത്രയും സേഫായിട്ട് നമുക്ക് പോയി വരാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ വളരെ നേർത്ത ഒരു ചുരം പാത തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ മാങ്കുളം ഭാഗത്തേക്കുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും വളരെ നേർത്ത ഒരു പാതയാണ്. നേർത്ത പാത എന്ന് പറഞ്ഞാൽ നമുക്കൊരു KSRTC ബസ്സിന് ജസ്റ്റ് KSRTC ബസ് ആ റോഡിൽ ഫുള്ളാണ്. അപ്പോൾ ഇങ്ങോട്ട് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സൈഡ് കൊടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് ആയതുകൊണ്ടാണ് നമുക്കത് അത്ര ഈസി ആയിട്ട് യാത്ര സുഖകരമായിട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ. അതെടുത്ത് പറയേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു യാത്രയിൽ നമുക്ക് മുജീബിക്കല്ല, സാധാരണ ഞാൻ 2 യാത്രകളിലും ഈ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നമ്മളവിടെ നിർത്തി കാണാനൊന്നും പറ്റില്ല, കാരണം ഈ റോഡ് വീതി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ മുജീബിക്കാൻ്റെ കാര്യമാണ് പറഞ്ഞത്. മുജീബിക്കായിരുന്നു നമ്മളെ പിന്നെ ടൂർ കോർഡിനേറ്റർ. ഈ ഒരു യാത്രയിൽ ആദ്യമായിട്ട് സതീഷിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണെങ്കിലും ആൾ ഉഷാറാണ്, നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. ആളുടെ ഒരു പാട്ട് ഇതിൽ തന്നെ ഷോർട്സിലിട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും അതേപോലെ വെള്ളച്ചാട്ടം അതേപോലെ പിന്നെ അരുവികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ യാത്ര തന്നെയായിരുന്നു കേട്ടോ. അത് വളരെ നമ്മൾ ഇന്ന് പോകുന്ന ആ റൂട്ടിലല്ല പോയതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാവുമല്ലോ. കാരണം നമ്മൾ എന്നും പോകുന്ന റൂട്ടിലാണെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്നത് കാണാനുണ്ട് എന്നുള്ളൊരു ധാരണയിൽ അത് മാത്രം കണ്ട് അങ്ങനെ പോവായിരിക്കും ചെയ്യുക അല്ലേ. ഇത് നമുക്കിവിടെ എന്താണ് കാണാനുള്ളതെന്നോ അടുത്തതായിട്ട് നമ്മൾ എന്താണ് കാണാൻ പോകുന്നതെന്നോ നമുക്കറിയില്ല. കാരണം അത്രയും മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പോയി നമ്മളൊരു ചായത്തോട്ടമൊക്കെ ഉള്ള ഒരു ഭാഗത്ത് എത്തിയിട്ടോ. 2 സൈഡിലും ചായത്തോട്ടമൊക്കെ ആയിട്ട് അതിമനോഹരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലത്തെത്തി. ഇവിടേക്കാണ് മാങ്കുളം എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് പിന്നെ നമ്മൾ ആനക്കുളത്തേക്ക് എത്തുക. ഇവിടെയൊക്കെ നമുക്ക് മഴ കിട്ടണ്ടായിട്ടോ. മഴ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തൊക്കെ. മഴയൊക്കെ ആസ്വദിച്ച് നമുക്ക് വേനലിൽ തന്നെ മഴയൊക്കെ ആസ്വദിച്ച് മൂന്നാറിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സുഖം അല്ലേ. എന്തൊരു സന്തോഷമുള്ള ഒരു അവസ്ഥയാണ് അല്ലേ. നമ്മളിപ്പോൾ ചീയാപ്പാറ വാട്ടർഫാൾസിൻ്റെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറയണ്ടായി, കാരണം നമുക്ക് അടുത്ത മഴക്കാലത്ത് ഇതിൽ വന്നിട്ട് മഴയുടെ ഒരു വീഡിയോ കൂടി ചെയ്യണം എന്നൊക്കെ പറയണ്ടായി. പക്ഷേ അതിനുള്ള ഭാഗ്യം നമുക്ക് ഇന്ന് തന്നെ കിട്ടുകയാണെന്ന്. എത്ര മനോഹരമായ അല്ലെങ്കിൽ അത്ര അതിമനോഹരമായ യാത്രയാണ് ഞാൻ ഈ ഒരു യാത്രയിൽ ആസ്വദിച്ചത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ രാവിലെ പുറപ്പെടുമ്പോഴൊക്കെ നല്ല ചൂടും കാലാവസ്ഥയൊക്കെ ആയിരുന്നു. കുറച്ചിങ്ങ് പോന്ന് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുമ്പോഴേ അതൊരു വളരെ സന്തോഷകരമായൊരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആനക്കുളത്തേക്ക് എത്താത്തത്, എന്താണ് ആനകളെ കാണാൻ കഴിയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ഡ്രൈവറുടെ അടുത്തും അവരുടെ വാപ്പമാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ആനയെ കാണാൻ എത്താത്തത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ജിജ്ഞാസയോടെ തന്നെ ഞങ്ങളും ആനയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ആനക്കുളം ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആനക്കുളത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഷോർട്സായിട്ടും വീഡിയോസായിട്ടൊക്കെ യൂട്യൂബിലുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആനകളെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്കും ആനയെ കാണാൻ പറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ ബസ്സിൽ ഏകദേശം 48 ആളുകളും പിന്നെ ഡ്രൈവറും പിന്നെ നമ്മുടെ കോർഡിനേറ്ററുമാണ് ഉള്ളത്. ഏകദേശം 50 പേഴ്സൺസ് ഈ ഒരു യാത്രയിൽ നമ്മൾ കൂടണ്ട്. ഈ 50 ആളും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആനകളെ കാണാൻ പറ്റണം എന്നുള്ളതാണ്. അതും കാട്ടാനകളെ കാണാൻ പറ്റണം എന്നുള്ളതാണ്. ഒന്നിനെ കണ്ടാൽ പോരാ, ആനകളെ തന്നെ കാണണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. നടക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിലും അത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പോകുന്ന യാത്രകൾ ഓരോ എപ്പിസോഡുകളാക്കി തിരിക്കുമ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റോ 14 മിനിറ്റോ ഒക്കെ ഉള്ള എപ്പിസോഡുകളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതൊരു ഓരോ ദിവസം ഓരോ എപ്പിസോഡ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ അതൊരു 8-10 ദിവസം കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു യാത്രയുടെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ വരിക. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്ത് നിങ്ങളിത് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ മാങ്കുളം കഴിഞ്ഞ് ആനക്കുളം എത്തി. ആനക്കുളത്ത് നമ്മളെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആനകളെ കാണാൻ വേണ്ടിയിട്ട് ആനക്കുളത്തിലേക്ക് അല്ലെങ്കിൽ ആന വന്ന് വെള്ളം കുടിക്കാൻ പോകുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ.
ഒരുപാട് വണ്ടികൾ തന്നെ നേരെ കൊണ്ടുവന്ന് സൈഡാക്കിയിട്ട് ഇങ്ങനെ ആനക്കുളത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ആളുകൾ. ഈ വണ്ടികളുടെ ഉള്ളിൽ ആളുണ്ട്, അതേപോലെ തന്നെ പുറത്തു കൂടി ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ ഒരു നേരെ മുന്നിൽ കാണുന്ന ഭാഗത്തിനാണ് ഈ ആനക്കുളം എന്ന് പറയുന്നത്. അവിടെ അപ്പുറത്തുനിന്ന് കണ്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഒരു പച്ചപ്പുള്ള ഒരു വഴി കണ്ടോ, ആ ഒരു വഴിത്താരയിലൂടെയാണ് ആനകൾ ഇറങ്ങി വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് ഇപ്പറേ കരയിൽ ഏകദേശം അതിൻ്റെ അടുത്ത് വരെ ആളുകൾ പോയി നിൽക്കുന്നുണ്ട്. ഇത്രയും ആളുകളൊക്കെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ വരാൻ കരുതി ഞാനങ്ങോട്ട് വരുമോയെന്ന് എനിക്കറിയില്ല. അത്രയും അടുത്ത് പോയി, കാരണം അവർ ആനക്കുളത്തിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണ്. ആളുകൾ ഒരുപാടുള്ള സ്ഥലത്തേക്ക് വെറുതെ ഒരു ആന ഇറങ്ങി വരുമോ അല്ലെങ്കിൽ ആനക്കൂട്ടം ഇറങ്ങി വരുമോ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ എന്തായാലും ഞങ്ങളും ഒരു പ്രതീക്ഷയോടെ ആനകളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളും കുറേ അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് ബാക്കിലേക്കൊക്കെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സേഫായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ആന ആരെയും ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആന വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് ആരെയും ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് അവിടുത്തെ നാട്ടുകാരും ഒക്കെ ഞാൻ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് അവർ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇക്കോ ടൂറിസം സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ടിക്കറ്റ് ഉണ്ട്. പിന്നെ അതേമാതിരി ഇല്ലി പാർക്ക് ആൻഡ് നക്ഷത്രവനം എന്ന് പറഞ്ഞിട്ട് പ്രവേശന ഫീസ് 25 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യങ്ങളൊക്കെ, ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു റൂട്ടാണ് ഇത്. ഇതിൽ പോയവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇതിപ്പം ഞാൻ കാണാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ കാണാത്ത എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ, ഈ ഒരു റൂട്ടിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ആരെങ്കിലും ഈ റൂട്ട് ഞാൻ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ആ പോകുന്ന വഴിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി കാണാനുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കാണുന്ന ആളുകൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാഴ്ചകളൊക്കെയാണ്. ഈ കാണുന്ന ഭാഗത്തൊക്കെ നിന്ന് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, ആന വരുന്നത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി യാത്ര പിന്നെ അടുത്ത പോയിന്റിലേക്കൊക്കെ ഉള്ളത് കൊണ്ട് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ് നമ്മൾ അടുത്ത ലക്ഷ്യം കേട്ടോ. ടാറ്റ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ എസ്റ്റേറ്റുകളിലൊന്നായ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് അടുത്ത എപ്പിസോഡായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.